ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഐബ്രോസ് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുന്നതെന്നാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാനിപ്പോൾ എൻ്റെ ഐബ്രോസിലായാലും എൻ്റെ ഫേസിലായാലും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഫില്ല് ചെയ്യാറെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് നിർത്തി വഹിക്കുന്നില്ല കേട്ടോ. ഒരുപാട് ആഡംബരമൊന്നും ഇല്ലാണ്ട് ഒരു മിനിമൽ ആയിട്ടുള്ള രീതിയിൽ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പ്രൊഡക്റ്റ് തന്നെ ധാരാളമാണ്. ഈ പ്രൊഡക്റ്റ് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഓൺലൈൻ വെബ്സൈറ്റിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇവിടെയുള്ള മാനന്തവാടിയിൽ തന്നെയുള്ള സ്നേഹ എന്ന് പറഞ്ഞ ഫാൻസി എന്നാണ് കേട്ടോ ഞാനിത് വാങ്ങിയിരിക്കുന്നത്. അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. മേരി ജോക്കിൻ്റെ HD ഫിനിഷ്ഡ് ആൻഡ് ഐലൈനർ കേക്കാണ് കേട്ടോ. 24 hours സ്റ്റേ ഒക്കെ ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. കറക്റ്റാണ്, 24 hours ഒക്കെ ലാസ്റ്റ് ചെയ്യും. ഞാൻ ഒരുപാട് നാളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റേതുണ്ടോ ഈ താഴത്തെ ഭാഗം ജെൽ ഐലൈനറാണ്. അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് നാളെങ്ങാണ്ട് യൂസ് ചെയ്തിട്ടുള്ളൂ, കുറച്ച് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മുകളിലിതാ ഇതേപോലെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യുന്ന ഭാഗം കാണാൻ പറ്റും. ഇങ്ങനെയാണ് വരുന്നത്. ഒരു പൗഡറി കൈൻഡ് ഓഫ് ടെക്സ്ചറാണ് കേട്ടോ ഇതിന്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് ഈ ഒരു സ്പൂളി പ്ലസ് ഈ ഒരു ബ്രഷ് വരുന്നത്. അപ്പം ഇത് തന്നെ ധാരാളമാണ് കേട്ടോ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഐബ്രോസിനൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷേപ്പ് ഉണ്ടാവണം എന്നുള്ളതാണ്. എൻ്റെ കാർഡ് പോലത്തെ ഐബ്രോസാണ്. മൊത്തം വളർന്നു കഴിഞ്ഞാൽ ഇത്രയും വീതിയെങ്കിലും വരും. ദിഗംബരനും അല്ല നമ്മളെ പിള്ളേച്ചനൊക്കെ മറികടക്കുന്ന ടൈപ്പ് രീതിയിൽ ആയി വരും. അപ്പോൾ ഞാനത് ഷേപ്പ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ത്രെഡ് ചെയ്തേക്കുന്ന പിരികാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇതേ പ്രൊഡക്റ്റിൻ്റെ തന്നെ ഈ പ്രൊഡക്റ്റ് പോലെ തന്നെയുള്ള സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട്. സെയിം ലൈക്ക് അടിയിൽ ഐലൈനർ ജെല്ലും മുകളിൽ ഐബ്രോ ഫില്ലിംഗ് പാലറ്റും വരുന്ന ടൈപ്പ് ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട് സ്വിസ് ബ്യൂട്ടീൻ്റെ. അടിപൊളിയാണ് അതും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ലിങ്ക് ട്രീയിൽ കൊടുത്തേക്കാം, അല്ലെ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കമൻറ്റ് വഴി തന്നെ ഷെയർ ചെയ്ത് തന്നേക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിങ്ങനെ എടുക്കുക, എന്നിട്ടൊരു മിറർ എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു ബ്രഷിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ കുറച്ച് ഷാർപ്പായിട്ട് വരുന്നത്, അവിടെ വെച്ചിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒരു ചെറിയ എമൗണ്ട് പ്രൊഡക്റ്റ് എടുക്കുക. അതിന് ശേഷം ഈ എൻഡ് മുതൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കും കേട്ടോ. ആദ്യം തന്നെ ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ ഐബ്രോസ് ഇങ്ങനെ മുകളിലേക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് ആ ഡിഫൈൻ ചെയ്യാൻ എളുപ്പമുണ്ടാകുള്ളൂ. കണ്ടോ? എന്നിട്ടിത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. മുകളിലായാലും ഞാൻ ഈ ലൈൻസ് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഇങ്ങനെ ലൈൻ ചെയ്ത് ചെറുതായിട്ട് കേട്ടോ, ഒരുപാട് പ്രൊഡക്റ്റ് എടുക്കരുത്. പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് നല്ലോണം വേർതിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പ്രൊഡക്റ്റ് അത്യാവശ്യം പൗഡറി ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി വെള്ളം നനഞ്ഞ പോലെ ആകും, നല്ലാണ്ട് കറുത്ത് വരും. അപ്പോൾ ഈ രീതിയിലാക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ മുകളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്ന പോലെ ഒന്ന് ഇതിനകത്ത് പ്രൊഡക്റ്റ് ആക്കി കൊടുക്കും. കണ്ടോ? ക്യാൻ യു സീ ദ ഡിഫറൻസ്? ഈ ഒരു സൈഡ് ഈ ഒരു സൈഡും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ? ശരിക്കും ഇത്രയൊരു ഡിഫറൻസ് ഒക്കെ ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ക്യാമറേൻ്റെ ഫ്രണ്ടിലാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും, അത്രയേ ഉള്ളൂ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്പൂളി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യി കൊടുക്കുക. അപ്പോൾ ആ ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ അങ്ങ്, ഒരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്ന ആ ഒരു രീതി അങ്ങ് മാറിക്കിട്ടും. പിന്നെ ഇപ്പം ഞാൻ പ്രത്യേകം മുകളിലേക്ക് ഇങ്ങനെ ഐബ്രോസ് ഇങ്ങനെ കയറ്റി വെക്കാറാണ് കേട്ടോ. രസമാണ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ? ഇതിങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇനി അടുത്ത സൈഡ് ഫില്ല് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ ഒരു ബ്രഷ് ഇത് ഈ രീതിയിൽ പിടിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു കൂർമണി ഉണ്ടല്ലോ, കുറച്ച് ആ ഒരു ഷാർപ്പായിട്ടുള്ള ഉണ്ട്. നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് വേണം ഈ ഒരു ഷാർപ്പായിട്ടുള്ള സ്ഥലം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തും കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് ഞാനിങ്ങനെ ചെറുതായിട്ട് ഡ്രോ ചെയ്ത് പോകുകയാണ് കേട്ടോ. എൻ്റെ ഐബ്രോസ് വരെ നല്ലോണം വേർത്തിട്ടുണ്ട്. കേട്ടോ. അപ്പോൾ ഞാൻ ഈ അടുത്ത സൈഡും ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് സ്പൂളി വെച്ചിട്ട് ഞാൻ ചീകി കൊടുക്കുകയാണ്. ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ നേരത്ത് അത്യാവശ്യം വീതിയിലാണ് ചെയ്യുക. എനിക്കതാണ് കേട്ടോ കാണാൻ ഇഷ്ടം. വേർത്തിട്ടൊരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ ബിഫോറുള്ള പിക്ചർ ഇവിടെ ആഡ് ചെയ്യുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് ശരിക്കും മനസ്സിലാകും.
നല്ല അടിപൊളിയായിട്ട് ഡിഫൈൻഡ് ആയിട്ട് നമ്മുടെ പിരികം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ പുറത്തെവിടെയെങ്കിലും പോകാൻ നേരത്ത് അധികം മേക്കപ്പ് ഇല്ലാത്തപ്പോൾ ഈ രീതിയിലും ചെയ്യാം. അല്ലാത്ത സമയത്ത് നമുക്ക് വേണമെങ്കിൽ കൺസീലർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാം കേട്ടോ. മുകളിലും താഴെയും കൺസീലർ ഈ എഡ്ജിൽ കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പക്ക ഡിഫൈൻഡ് ആയിട്ടിരിക്കും, നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഐ ഹോപ്പ് യു ഗൈസ് ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.